നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഭാരതീയ തത്വചിന്തയുടെയും ആധ്യാത്മികതയുടെയും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവിധ പരിണാമഘട്ടങ്ങളിൽ പലതരം ദർശനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, വേദാന്തം തുടങ്ങിയ വൈദികം എന്ന് പറയപ്പെടുന്ന 6 പ്രധാന ദർശനങ്ങളുണ്ട്. അതുകൂടാതെ തീരെ വൈദികമല്ലാത്ത ചാർവാകം, ബുദ്ധിസം തുടങ്ങിയ ദർശനങ്ങളും പ്രാധാന്യത്തോടെ ഇവിടെ നിലനിന്നിട്ടുണ്ട്. ഭാരതീയ തത്വചിന്തയുടെയും ആധ്യാത്മികതയുടെയും ദൈവം എന്ന ആശയത്തിൻ്റെയും പല ഘട്ടങ്ങളിലൂടെയും പല ശാഖകളിലൂടെയുമുള്ള ഈ പരിണാമത്തെക്കുറിച്ച് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? പരാവിദ്യ, അപരാവിദ്യ എന്ന വിദ്യ രണ്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. സയൻസ് അപരാവിദ്യയാണ് എന്നും നമ്മൾ കണ്ടു. ഈ അപരാവിദ്യയും ദൈവസങ്കല്പവും കൂടി എക്കാലത്തും തർക്കങ്ങളായിരുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാം. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള വിദ്യയാണ് പരാവിദ്യ. ആ വിദ്യ ഒരു രാജാവും ആ രാജാവിൻ്റെ രാജാവായ ഒരു ദൈവവും കൂടി ഉണ്ടാവുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ നടപ്പിലാക്കാൻ പ്രയാസമില്ലായിരുന്നു. പ്രശ്നം വന്നത് ഈ സാങ്കല്പിക ദൈവത്തിന് ഈ രാജാവിനേക്കാൾ ശക്തിയുണ്ട് എന്ന് തെളിയുകയും ആ ശക്തിയെ പ്രീണിപ്പിക്കാനായിട്ട് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വരുത്തി അതുകൊണ്ട് രംഗപ്രവേശം ചെയ്ത് രാജാക്കന്മാരുടെ മുമ്പിൽ ശക്തന്മാരായി നിന്ന ആളുകളുടെ വരവോടുകൂടി ഈ അപരാവിദ്യയും ഈ ദൈവസങ്കല്പവും തമ്മിൽ പോര് തുടങ്ങി. അതായത് സയൻസും ആധ്യാത്മികതയും തമ്മിൽ ഈ സ്നേഹവിദ്വേഷ സംബന്ധം തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി എന്നർത്ഥം. ഒരിക്കലും ഒത്തുപോകാത്ത, സന്ധിയാകാത്ത ഒരു സമരമായിരുന്നു അത്. ഒന്ന് ഇപ്പോൾ മോഡേൺ ഫിസിക്സ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ ഒരാൾ അദ്ദേഹം പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ലോകത്തിൻ്റെ നടത്തിപ്പിന് എന്നാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാജാവിനേക്കാൾ വലിയ ചക്രവർത്തിയായ ദൈവം എന്ന സങ്കല്പത്തെ ആണ്. ദൈവത്തിന് അങ്ങനെ ഒരു സങ്കല്പം മാത്രമല്ല ഉള്ളത് എന്നുകൂടി നമ്മൾ ഓർത്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പ്രശ്നം അവസാനിക്കുന്നില്ല എങ്കിലും ദൈവത്തെക്കുറിച്ച് ഭൂമിയിലുണ്ടായ സങ്കല്പങ്ങൾ 3 തരത്തിലാണ്. ദൈവം ആർക്കും അറിയാത്ത, എവിടെയാണ് നിശ്ചയമില്ലാത്ത പരമശക്തനായ ഒരു പരമാധികാരിയായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടത്. ആദ്യം അത് എന്നാണ് അത് നിർവചിക്കപ്പെട്ടത്. അത് ഞാൻ അതിൻ്റെയാണ്, തസ്മൈ വാഹം, ഞാൻ അതിൻ്റെ അടിമയാണ് എന്ന ധാരണയായിരുന്നു. അപ്പോൾ ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, ഒരു വലിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണോ ആ തോതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ബലികൾ, യജ്ഞങ്ങൾ ഒക്കെ, വഴിപാടുകൾ, ആത്മാർത്ഥമായ അർപ്പണങ്ങൾ, മനുഷ്യബലി വരെ നടത്തിക്കൊണ്ടിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ ഞങ്ങൾക്ക് കൂടുതൽ അറിയാം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായി. അവർ ആ ദൈവത്തെ അദ്ദേഹം എന്നും അവൻ എന്നും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പല്ലവി മാറി തവൈവാഹം എന്നായി. അങ്ങ്, ഞാൻ അങ്ങയുടെ അടിമയാണ് എന്ന് പറയാവുന്ന ഒരവസ്ഥ വന്നു. ആ അവസ്ഥയാണ് ലോകത്ത് എമ്പാടും നിലനിന്നത്. ആദ്യത്തേത് അജ്ഞേയമായ, എവിടെയോ ഇരിക്കുന്ന, ആരും കണ്ടിട്ടില്ലാത്ത, നിർവചിക്കാനാവാത്ത ഒരു പരമാധികാരിയെക്കുറിച്ചുകൂടെ അടിമത്തം എന്നുള്ള അവസ്ഥ. രണ്ടാമത്തേത് ആ ആളിതാ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് അദ്ദേഹത്തെ കാണാം, സംസാരിക്കാം എന്നൊക്കെ പല പുരോഹിതന്മാരും പറയുന്ന തരത്തിലുള്ള അദ്ദേഹം എന്ന അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ ഉണ്ടായത് ഇന്ത്യയിൽ മാത്രമാണ്. ഇവിടുത്തെ ദാർശനികർ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, അവർ ആലോചിച്ച് പോയപ്പോൾ, നേരത്തെ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു തന്ന ലോജിക്ക് വെച്ച് പോയപ്പോൾ
ഞാൻ അങ്ങ് തന്നെയാണ് എന്ന ഒരവസ്ഥയിൽ എത്തി. അഥവാ അങ്ങ് ഞാൻ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ എന്നൊക്കെ പറയുന്ന മഹാവാക്യങ്ങൾ അഥവാ വലിയ പ്രസ്താവങ്ങളിൽ അവരെ എത്തിച്ചേർന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഈ അപരാവിദ്യ എന്ന് പറയുന്നത് പരാവിദ്യയ്ക്ക് കീഴ് നിൽക്കേണ്ടതാണ്. രണ്ടും രണ്ടല്ല, ഒന്നിൻ്റെ എക്സ്റ്റൻഷനാണ് മറ്റേത് എന്ന ധാരണയിലേക്ക് കടക്കാൻ സാധിച്ചു. പക്ഷെ കടന്നുകൊണ്ട് മാത്രമായില്ലല്ലോ, അവിടെ നിൽക്കാൻ സാധിച്ചില്ല. കാരണം ഇവിടേക്ക് വന്ന ആളുകൾ പലരും പലയിടത്തു നിന്നും വന്നവരാണെന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ സംസ്കൃതത്തിലെ പദങ്ങൾക്ക് ആംഗ്ലോ സാക്സൺ വാക്കുകളുമായിട്ടുള്ള ബന്ധം ആലോചിക്കുമ്പോൾ ഏതോ ഒരു കാലത്ത് ആളുകൾ ഒന്നുകിൽ ഇവിടുന്ന് അവിടേക്ക് പോയി, അല്ലെങ്കിൽ എവിടുന്നോ ഇവിടേക്ക് വന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ വന്നവർ അവർക്കുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളൊക്കെ കൊണ്ടുവരികയും അവരുടെ ആദ്യകാലം തൊട്ട് അവർ ഉണ്ടാക്കി വെച്ച ദൈവികങ്ങളായ എല്ലാ വെളിപാടുകളും രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ, അറിവുകൾ കൊണ്ടുവരികയും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിവിടെ ഉള്ളതുമായി കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വേദങ്ങളുടെ ബാക്കിയുടെ കൂടെ വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തുക്കളുടെ പട്ടിക വന്നു. പ്രശ്നമുണ്ടായത് ഈ രണ്ടും കൂടെ മോരും മുതിരയും പോലെയാണ് ചേരുന്നത്. ഉപനിഷത്തുകൾ പറയുന്നത് ശരിയാണെങ്കിൽ വേദത്തിൻ്റെ അതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും ക്രിയാഭാഗങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ്, മറിച്ചും. അപ്പോൾ വേദത്തിലൂന്നിയാണ് പിന്നീടും നിന്നു പോകുന്നത് എന്നർത്ഥം. അതേസമയം ഉപനിഷത്തുക്കളെ ഒരു പൊൻകിരീടമായി തലയിൽ ചൂടിക്കൊണ്ട് നടക്കുകയും ചെയ്തു. കാലാകാലങ്ങളിൽ ഇത് രണ്ടും കൂടി സമരമുണ്ടായെങ്കിലും ഉപനിഷത്തിലെ അറിവിന് ഉറച്ചു നിൽക്കാനുള്ള ഒരന്തരീക്ഷം ഭാരതത്തിൽ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ. അങ്ങനെ ഈ വേദങ്ങളുടെ ക്രിയാമാർഗത്തിൻ്റെ പ്രയോഗം നമ്മുടെ നാട്ടിൽ പ്രബലമായതോടുകൂടി ജാതി മത ദുഷിപ്പുകൾ വരികയും സമുദായം ധാർമ്മികമായി അധപ്പതിക്കുകയും ചെയ്യും. യജ്ഞഭാവനയിൽ നിന്ന് തെന്നിമാറിപ്പോയി. അങ്ങനെ യജ്ഞഭാവനയിൽ നിന്ന് തെന്നിമാറിപ്പോയ അവസ്ഥയിലാണ് എന്തുണ്ടായത്? അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഭൗതികമായി കറക്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ട് ന്യായ വൈശേഷിക സിദ്ധാന്തങ്ങളൊക്കെ വരുന്നത്. ആ ന്യായ വൈശേഷിക ദർശനങ്ങളൊക്കെ വന്നിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അന്തിമമായി നമുക്ക് സാഖ്യശാസ്ത്രവും കിട്ടി. സയൻസാണത്. അപ്പോൾ ഈ സാഖ്യശാസ്ത്രത്തിൻ്റെയൊക്കെ അതുവരെയുണ്ടായ മറ്റ് ന്യായ വൈശേഷിക ദർശനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടായിട്ട് അതിനെ ഈ അവസാനത്തെ വിദ്യയുമായി, അതായത് ആത്മവിദ്യയുമായി കൂട്ടിച്ചേർക്കാനൊരു ശ്രമം നടത്തിയപ്പോഴാണ് വേദവ്യാസ മഹർഷി വന്നിട്ട് രണ്ടും കൂടി സമഞ്ജസമായി സമ്മേളിപ്പിച്ച് ഗീതാദർശനം ഉണ്ടാക്കിയത്. ധർമ്മം പിഴച്ചുപോയ ഒരു കാലത്ത് ജീവിക്കുന്ന സമൂഹത്തിൽ വന്ന ആത്യന്തികമായ അപജയത്തിൻ്റെ തെളിവായിട്ടാണ് ഭാരതയുദ്ധം വരുന്നത്. ആ യുദ്ധത്തിൽ പിന്മാറാൻ അർജുനൻ മുതിരുന്നത് അന്ന് നിലവിലിരുന്ന ധാർമ്മികമായ ബോധത്തിൽ നിന്നാണ്. അത് രണ്ടും കളയാൻ വേണ്ടിയാണ് ഗീതാദർശനം ഉണ്ടായത്. പക്ഷെ അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. സമുദായം പഴയ വഴിക്ക് തന്നെ പോയി. കാരണം ശരശയിൽ കിടന്നുകൊണ്ട് ഭീഷ്മരെ കൊണ്ട് കൃഷ്ണൻ അർജുനനെ ഉപദേശിപ്പിക്കുന്ന രാജധർമ്മം ആ പഴയ ധർമ്മം തന്നെ ആയിപ്പോയി. അങ്ങനെ വീണ്ടും സമൂഹം ദുഷിച്ചപ്പോഴാണ് അതിനെതിരായിട്ട് ബുദ്ധമതം രംഗത്ത് വരുന്നത്. അത് ശക്തമായൊരു മതമായി ഇവിടെ മാത്രമല്ല ഈ ഭൂഭാഗത്ത് ആകെ വ്യാപിച്ചപ്പോൾ മറ്റുള്ള വിശ്വാസക്കാരൊക്കെ അന്തം വിട്ടു നിന്നു. പക്ഷേ കുറച്ച് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധമതത്തിനും ഇവിടെ ഉണ്ടായിരുന്ന പഴയ ആചാരങ്ങളുടെ ആലശീലങ്ങൾ പിടിപെട്ട് അത് വികൃതമായി പല രൂപത്തിലായി. അപ്പോഴാണ് പഴയ പൂജാരികളും തന്ത്രമന്ത്രവാദികളും ഒക്കെ കൂടെ ക്രിയാമാർഗക്കാരെ കൂടി വീണ്ടും ഉണർന്നു വരുന്നത്. അങ്ങനെയാണ് നമുക്ക് പൂർവമീമാംസയുടെ ഒരു പുനരവതാരം സൃഷ്ടിച്ച് വേദങ്ങളിലേക്ക് തിരിച്ചു പോകാനും നിലവിലുള്ള എല്ലാ ദർശനങ്ങളെയും വേദാധിഷ്ഠിതമായി വ്യാഖ്യാനിക്കാനുമുള്ള ശ്രമമുണ്ടായത്. ആ ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ദ്വൈതം എന്നത് നിലവിൽ വന്നത്. അത് ദ്വൈതമായിട്ടും വിശിഷ്ടാദ്വൈതമായിട്ടും നിലവിൽ വന്നു.
രണ്ടും പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദിനാഥൻ ഒന്ന് വേറെയാണ്, മനുഷ്യജീവൻ ഒന്ന് വേറെയാണ്. വിശിഷ്ടാദ്വൈതം പറയുന്നു മനുഷ്യജീവന് ചിലപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് മറ്റേ ആത്യന്തിക ജീവനുമായി ബന്ധപ്പെടാൻ ഒന്നായിത്തീരാനുള്ള സൗകര്യമുണ്ട് എന്നൊരു വ്യത്യാസം മാത്രമാണ് വിശിഷ്ടാദ്വൈതം പറയുന്നത്. ദ്വൈതത്തിൽ അതുപോലുമില്ല, രണ്ടും രണ്ടായിട്ട് നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ ആരാധനയ്ക്ക് ഒരു പ്രതീകം അല്ലെങ്കിൽ ബിംബം ആവശ്യമായി വരികയാണ്. ഉപാസനയ്ക്ക്, ധ്യാനത്തിന് സഗുണധ്യാനം തന്നെയാണ് വേണ്ടത്. നിർഗുണധ്യാനം സാധ്യമല്ല, നിരർത്ഥമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ദൈവങ്ങൾ നമുക്ക് പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചാതുർവർണ്ണ്യം നിലനിന്നതും. നേരത്തെ ഞാനൊരു സമയത്ത് പറഞ്ഞതുപോലെ ചാതുർവർണ്ണ്യത്തിൻ്റെ ഭാഗമായ ശൂദ്രാധികരണം നിലവിൽ വന്നതും അത് സാധൂകരിക്കപ്പെട്ടതും നിയമമായതും അങ്ങനെ തലമുറകളോളം ഈ നാട് അന്ധകാരത്തിൽ മുഴുകിക്കിടന്നതും. ചുരുക്കം പറഞ്ഞാൽ ഗീതാദർശനം എന്ന് പറയുന്ന അമൃതം എല്ലാ ദർശനങ്ങളുടെയും സമഗ്രമായ കാഴ്ചപ്പാട്, സമന്വയം, മനുഷ്യനെ പിന്തുടരാവുന്ന വളരെ സരളമായ ഒരു മാർഗം, അത് ഭാരതത്തിൽ ഇനിയും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് നേരെ. ഈ കാര്യം എൻ്റെ ഒരു കണ്ടെത്തലൊന്നുമല്ല കേട്ടോ. വിവേകാനന്ദ സ്വാമികൾ ആ കാലത്ത് വളരെ ധീരമായി ശക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജാതി മത വർഗീയതകളുടെ നവോത്ഥാനം തുടങ്ങുന്നത് 7-ാം നൂറ്റാണ്ട് തൊട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണവും കാര്യവുമൊക്കെ വിശദീകരിക്കുന്നുമുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവത്തിൻ്റെ 4-ാം വോള്യത്തിൽ ഇത് വായിക്കുന്നത് വരെ എൻ്റെ ചിന്തകൾ കാടുകയറി പോവുകയാണോ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ സമാധാനമായി. അല്ല അതിനൊരു അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടെത്തി. നമുക്ക് ഈ ഒരു ദർശനം ഇവിടെ നടപ്പിലാവുക ലോകത്ത് എന്നുള്ളതാണ് മനുഷ്യന് സസ്റ്റൈനബിളായ നിലനിർത്തിക്കൊണ്ടു പോകാവുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉറവിടമായി തീരാനുള്ള ഒരേ ഒരു വഴി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഈശ്വരനും സയൻസും തമ്മിലുള്ള തർക്കവും അവിടെ അവസാനിക്കും. നമുക്ക് അപരാവിദ്യയായ സയൻസിനെ പരാവിദ്യ എന്നറിയപ്പെടുന്ന ഇതുവരെ ആത്മീയം എന്ന് കരുതപ്പെട്ട ഒരു കാര്യവുമായിട്ട് കൂട്ടിച്ചേർത്ത് എല്ലാം ഒരു വിദ്യയാക്കി മൊത്തം അങ്ങനെയാണ് സത്യത്തിൽ, അതങ്ങനെയാണ് എന്നുകൂടി നമുക്ക് സിദ്ധിക്കുന്ന രൂപത്തിൽ ബലങ്ങളെയൊക്കെ ഏകീകരിച്ച്, കാഴ്ചപ്പാടുകളെയൊക്കെ ഏകീകരിച്ച് നിലനിൽപ്പിന്, സുസ്ഥിരമായ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക്, തളർച്ചയില്ലായ്മയ്ക്ക് ഒരു വഴി കണ്ടുപിടിക്കുക. വിവേകാനന്ദ സ്വാമികൾ പറയുകയുണ്ടായി, ഫിസിക്സിൻ്റെ ഭാവി, ഫിസിക്സിലെ ബലങ്ങൾ ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വരെ ഉള്ളൂ എന്ന്. അതിൻ്റെ അർത്ഥം എല്ലാ ശാസ്ത്രങ്ങളും ഒന്നായിട്ട് ഒരു വലിയ ധാരണയിലേക്ക് ഒതുങ്ങിച്ചേരുന്ന ഒരു കാലം. സ്റ്റീഫൻ ഹോക്കിംഗ് പറയുകയുണ്ടായി, ജീവശാസ്ത്രത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും രസതന്ത്രത്തിൻ്റെ നിയമങ്ങളായി വിശകലനം ചെയ്യാം എന്ന്. പിന്നെയോ രസതന്ത്രത്തിലെ നിയമങ്ങളെ ഭൗതികത്തിലെ നിയമങ്ങളായി പരാവർത്തനം ചെയ്യാം എന്ന്. അങ്ങനെ ഈ സയൻസുകളെയൊക്കെ നമുക്ക് ഏകീഭവിപ്പിച്ച് ഒരു ദിശയിലേക്ക് കൊണ്ടുപോയി ബലങ്ങളെ ഏകീകരിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ ഏകീകരിച്ച് ഇതൊന്നും മായയല്ല, എല്ലാം സത്യമാണ് എന്ന് കണ്ട് എല്ലാ സത്യത്തിലും കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈശ്വരൻ എന്ന് നിശ്ചയിച്ച് എല്ലാവരും ഈശ്വരന്മാരാണ് എന്ന് കരുതി അവരവർക്ക് മോക്ഷം കിട്ടാനുള്ള വഴി എന്താണ് എന്ന ചോദ്യത്തിന് നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ദുർഗുണങ്ങളെയും നമ്മൾ എടുത്തു കളഞ്ഞിട്ട് നമ്മിലെ ആന്തരികമായ ശക്തിവിശേഷത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ സുഖം അനുഭവിക്കുക എന്നുള്ളതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് എന്തിനാണ് വെറുതെ ഭഗവത്ഗീത പോലെയൊക്കെയുള്ള ഒരു സരളമായ ലളിതമായ ആശയപ്രകാശന സാമഗ്രിയെ വളരെ വലിയ തോതിൽ വ്യാഖ്യാനിച്ച് വേദപ്രമാണങ്ങളൊക്കെ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് ഇതാർക്കും വായിച്ചാൽ മനസ്സിലാകാത്ത എന്തോ ഒരു ഏടാകൂടമാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഗോട്ടിമിഠായി പോലെ സുന്ദരവും മധുരവുമായ ഉപനിഷത്തിന് എന്തിനാണൊരു വ്യാഖ്യാനം? മഹർഷി അത് പറഞ്ഞത് തൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചുകുട്ടിക്ക് മനസ്സിലാകാവുന്ന ഭാഷയിലാണ്.
അവൻ്റെ കഴിവ് പോലെ അതിനെക്കുറിച്ച് അവൻ ആലോചിക്കാം. അതേപോലെ തന്നെയാണ് ഭഗവത്ഗീതയും. ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നും കൃഷ്ണൻ തേർത്തട്ടിലിരുന്ന ഈശ്വരൻ തന്നെയാണെന്നും ഒക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം? ശ്രീകൃഷ്ണനെ ഗീതയിൽ ഒരിടത്തും സഞ്ജയൻ പോലും ഈശ്വരനായിട്ട് കാണുന്നില്ല, പേരാണ് വിളിക്കുന്നത്. അർജുനനും പേരാണ് വിളിക്കുന്നത്. ആ വിശ്വദർശനത്തിൻ്റെ സമയത്ത് മാത്രമാണ് പേടിച്ചരണ്ട് എന്താണ് അങ്ങ് എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നത്. പക്ഷേ ബാക്കി സമയങ്ങളിലൊക്കെ ജനാർദ്ദന, വാസുദേവ, ഋഷികേശ എന്നൊക്കെ തന്നെയാണ്. സഞ്ജയൻ പോലും വാസുദേവൻ എന്നും അവസാനത്തെ ശ്ലോകത്തിൽ പോലും കൃഷ്ണൻ എന്നുമാണ്. എത്ര യോഗേശ്വര കൃഷ്ണവോ എന്നാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഈ സങ്കീർണതയിലേക്ക് കൊണ്ടുപോയി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പുരോഹിതന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു സംഗതിയാക്കി തീർത്തിരിക്കുകയാണ് അതിനെ അവിടുന്ന് എടുത്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ, ലോകത്തിലുള്ള സാധാരണ മനുഷ്യരുടെ മുക്തിമാർഗമായി കയ്യിലിരിക്കുന്ന മിഠായിയായി മാറ്റിക്കൊടുക്കാനുള്ള കാലം വൈകിയിരിക്കുന്നു. അതിന് ആരൊക്കെയാണോ ശ്രമിക്കുന്നത് അവരാണ് ഈ കാലത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ എന്ന് സംശയം കൂടാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും.